ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഡെസേർട്ടാട്ടോ. കാണാൻ നല്ല മൊഞ്ചാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഒരു 5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ പീസാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതെല്ലാം കൂടെ ഒറ്റ ട്രിപ്പിന് അടിച്ചെടുക്കുകയാണ്. ഇനി ഒരു കപ്പ് പാലും പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടെ തന്നെ ചേർത്ത് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ പിന്നീട് ചേർത്താലും മതി. ഞാനിത് ഇപ്പം തന്നെ ചേർക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മധുരം വേണ്ടെന്നുള്ളവർക്ക് ഒന്നുകൂടെ കുറയ്ക്കുക, ഇനി കൂട്ടണം എന്നുള്ളവർക്ക് അതും ചെയ്യുക. ഇതൊരു പാകത്തിനുള്ള മധുരം ഉണ്ടാവും കേട്ടോ. അപ്പം അതെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യോ ബട്ടറോ എന്തെങ്കിലും ചേർക്കട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ആ മിശ്രിതം, നമ്മൾ ക്യാരറ്റിൻ്റെത് അതൊന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് അതൊന്ന് അതിലെ പാലിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് വറ്റിയിട്ട് നമ്മളെ ക്യാരറ്റിൻ്റെ പച്ച സ്മെല്ലും അതൊക്കെ പോയി നല്ലൊരു ടേസ്റ്റായി വരും. അപ്പോൾ ആ സമയം നന്നായിട്ട് വറ്റിയെല്ലാം വരുന്ന സമയം നമ്മൾ ഇതിലോട്ട് ഒരു അരക്കപ്പ് പാലും പാടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് റവ സൂചി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം ചേർക്കട്ടോ. ഏലക്ക ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിട്ട് വരാം. നമ്മൾ ഈ വാനില എസൻസ് ചേർക്കുന്നതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് ഈ ഡെസേർട്ടിന് എന്നൊരു ടേസ്റ്റ് ഉണ്ടാവുക ഏലക്ക ചേർക്കുമ്പോൾ തന്നെ കേട്ടോ. ഇനി ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കട്ടോ. നമ്മൾ റവ എല്ലാം ചേർത്തതല്ലേ, അപ്പോൾ അതിനൊരു ചെറിയൊരു വേവ് ഉണ്ടാവും. അപ്പോൾ ഒരു 5-6 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ക്യാരറ്റും റവയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാലൊക്കെ വറ്റി എല്ലാം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വെക്കുക. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഒത്തിരി വലുതാക്കണം, അപ്പോൾ കാണാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കഴിക്കുമ്പോഴും ചെറുതാണ് രസം. അപ്പം ഒന്നുകൂടി ചെറുതാക്കുന്നതാട്ടോ നല്ലത്. അപ്പം ഞാനിതാ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഇതില്ലേ നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാൻ, ഇങ്ങനെ തന്നെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ ഏലക്കയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു രുചിയാണ്. അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ തന്നെ കൊടുക്കുമ്പോൾ അവർക്ക് എന്തായാലും അത് ഇഷ്ടമാവും. അപ്പോൾ ഇതാ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതങ്ങ് മാറ്റി വെക്കുക. അടുത്തതായിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് പാൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതങ്ങ് ചൂടായി വരുമ്പോൾ അതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരം അനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. പഞ്ചസാരയൊക്കെ ഓൾറെഡി നമ്മൾ ക്യാരറ്റ് ബോൾസ് ആക്കിയതിൽ ഷുഗർ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അളവനുസരിച്ച് മധുരം ചേർത്തോളൂ കേട്ടോ. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് 1/2 കപ്പ് ചേർത്താലും മതി. എന്നിട്ട് അതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാലിലോട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. കസ്റ്റാർഡ് പൗഡറിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തത് കസ്റ്റാർഡ് പൗഡറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ തണുത്ത പാലൊന്ന് കലക്കി എടുത്തിട്ട്, കുറച്ച് പാൽ, ഒരു 3-4 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് അതിലോട്ട് കലക്കി കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാണ്ട് നമ്മൾ ചൂടുള്ള പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് തിക്കായി വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം, നമ്മൾ ഉണ്ടാക്കിയ ബോൾസ് ഒന്നും മുറിയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയം തീ നല്ലോണം സിമ്മാക്കി വെക്കണം കേട്ടോ. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. ചെറിയ തോതിലൊന്ന് ബോയിലായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കട്ടോ. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാനേ. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ബോൾസ് ഒന്നും പൊട്ടാണ്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതെല്ലാം ഒന്ന് സെർവ് ചെയ്തിട്ട് നമ്മുടെ നല്ല ചൂടുണ്ട്, അപ്പോൾ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കഴിക്കട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഇനി കുറച്ച് പിസ്തയോ കാഷ്യൂ ബദാം ഒക്കെ ഇട്ട് നമുക്ക് എന്താ നമ്മുടെ കയ്യിൽ നട്ട്സ് വെച്ചാൽ അതൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ അതും ഇങ്ങനെ ചെറുതായിട്ട് ബൈറ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായി കഴിക്കാൻ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായം അറിയിക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.